കഴിഞ്ഞ ദിവസം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഫിഷിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, ആ ഫിഷിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ വലിയൊരു മീൻ, സാൽമൺ ഫിഷാണ് അതിൻ്റെ പേര്. സാൽമൺ ഫിഷ് നല്ല ടേസ്റ്റാണ്, നല്ല വിലയുണ്ട്. അപ്പോൾ ആ ഫിഷിനെ കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു കഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ് ഞാൻ കേട്ട് നോക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. നമ്മളേറ്റവും ബുദ്ധിയുള്ള ഫിഷ് എന്നൊക്കെ പറയുന്നത് ഈ ഡോൾഫിനെ കുറിച്ചിട്ടാവും, പക്ഷേ ഇത് അതുക്കും മേലെ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ സാൽമൺ ഫിഷിൻ്റെ. നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ള ഒരു ലൈഫാണ് ഈ സാൽമൺ ഫിഷിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഫിഷിനെ കുറിച്ചിട്ടാണ്, അതിൻ്റെ ഒരു ലൈഫ്, അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ റോഫ് ഇടയ്ക്കിട്ട് കയറാൻ, കം ജോയ് മീ ആൻഡ് എൻജോയ് ദ വ്ളോഗ്. നദിയിലെ ശുദ്ധജലത്തിൽ ജനിച്ച് പിന്നീട് സമുദ്രത്തിൽ ചെന്ന് ജീവിച്ച് തിരിച്ച് ജനിച്ച് അതേ സ്ഥലത്ത് വന്ന് മുട്ടയിട്ട് പിടഞ്ഞ് അതിൽ ചത്തൊടുങ്ങുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് സാൽമൺ ഫിഷിൻ്റെ ജീവിതമെന്ന് പറയുന്നത്. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറ് തീരങ്ങളിലാണ് സാൽമൺ മത്സ്യങ്ങളെ കൂടുതലായി കാണപ്പെടുന്നത്. നദിയിൽ സൂര്യപ്രകാശം ഏൽക്കാത്ത ഏറ്റവും താഴെത്തട്ടിൽ മണലും ചരലുകൾക്കുമിടയിലാണ് ഇവ മുട്ടയിടുന്നത്. 3 മുതൽ 4 മാസം വരെയാണ് ഇതിന് വിരിയാനുള്ള സമയം. പുറത്തു വന്ന കുഞ്ഞുങ്ങൾ 1 വർഷം ശുദ്ധജലത്തിൽ കഴിയും. പിന്നീട് വസന്തകാലത്ത് ഒരു പ്രഭാതം ഒരു സ്ഥലത്ത് പോയി അതേ വഴിക്ക് തിരിച്ചു വരാൻ നമുക്ക് പലവട്ടം യാത്ര ചെയ്ത് എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ GPS പോലുള്ള ഗൂഗിൾ മാപ്പുകളോ മറ്റോ സഹായത്തിന് വേണം. എന്നാൽ ഒരു നദിയിൽ ജനിച്ച് അവിടെ 1 വർഷം ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു യാത്ര തിരിക്കുന്നു. ആയിരക്കണക്കിന് മൈലുകൾ താണ്ടുന്നു. പല വഴികളിലൂടെ വെള്ളച്ചാട്ടങ്ങളെല്ലാം കടന്ന് ആഴ്ചകൾ സഞ്ചരിച്ച് സമുദ്രത്തിലെത്തുന്നു. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന സമുദ്രത്തിൽ വിശാലമായി സഞ്ചരിച്ച് ജീവിക്കുന്നു. അവിടുന്ന് 3-6 വർഷം ജീവിച്ച് വന്ന വഴി തിരിച്ച് അതേ നദിയിലേക്ക് പോകുന്നു. ഇത് ഒരു അത്ഭുതം തന്നെയല്ലേ? ഇതിന് ശാസ്ത്രം പറയുന്നത് ഓരോ നദിക്കും ഒരു ഗന്ധമുണ്ട് എന്നാണ്. ആ ഗന്ധം തിരിച്ചറിയാൻ സാൽമൺ ഫിഷിന് കഴിവുണ്ട്. ഇനി തിരിച്ചുപോക്കിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്.
പൂർത്തിയായി. അവിടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അവർ മുട്ടയിട്ട് അവിടെ പിടഞ്ഞു ചാവും. അങ്ങനെ സാൽമൺ ഫിഷിൻ്റെ ഒരു തലമുറ അവിടെ അവസാനിക്കും. അവിടുന്ന് സാൽമൺ ഫിഷിൻ്റെ പുതിയൊരു തലമുറ വീണ്ടും വരികയായി. ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ജീവിത കഥ. അതാണ് സാൽമൺ ഫിഷിൻ്റേത്. സംഭവം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ആ മീൻ വാങ്ങി കഴിക്കാൻ തോന്നില്ല അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ട. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മീൻ വാങ്ങി അതിനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതും കൂടിയിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടൊക്കെ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഒരു ഇതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ നല്ല ടേസ്റ്റുള്ള മീനാണ്, ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഗുണമുള്ള മീനാണ്. അതിൻ്റെ ലൈഫ് വേറെ, നമ്മളൊരു പ്രവാസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ലൈഫ്. അപ്പോൾ എന്തായാലും വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങളതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.